സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ജയേഷ് പൂക്കോട്ടൂർ, ഫൈസൽ ഹംസ. ബ്രസീലായ മത്സരം, മൂന്നാമത്തെ മത്സരത്തിൽ ബ്രസീൽ ഉജ്ജ്വല വിജയത്തോടെ അടുത്ത റൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ്. വിനീഷ്യസ് ജൂനിയറിൻ്റെ 2 ഗോളുകൾ, അതുപോലെ കുഞ്ഞയുടെ ഒരു ഗോൾ, അതിനൊപ്പം സുൽത്താൻ, നെയ്മർ 75-ാം മിനിറ്റിൽ കളത്തിലേക്ക്, ഈ ലോകകപ്പിൽ ആദ്യമായി കളത്തിലേക്ക് ഇറങ്ങിയ മത്സരം. അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഫൈസൽ, മൊത്തത്തിൽ നോക്കുമ്പോൾ ബ്രസീലിൻ്റെ ഒരു തകർപ്പൻ വിജയമാണ്. കഴിഞ്ഞ ടാക്ടിക്സിൽ ബ്രസീലിൻ്റെ പെർഫോമൻസ് ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്നാണ് ഫൈസൽ പറഞ്ഞിരുന്നത്. അപ്പം ഈ മത്സരം കണ്ടപ്പോൾ ആർ യു ഹാപ്പി? ശരിക്കും ഒരു ബ്രസീലിൻ്റെ കളി കണ്ട ഒരു ഫീലുണ്ട്. നല്ല കളിയാണ് ബ്രസീൽ കളിച്ചത്. സ്കോട്ട്ലൻഡ് നല്ല ഡിഫെൻസുള്ള ഒരു ടീമാണ്. അപ്പോൾ കഴിഞ്ഞ 3 മത്സരം എടുത്തു നോക്കുമ്പോൾ ആദ്യ മത്സരത്തിലെ കളിയല്ല ബ്രസീൽ 2ാം മത്സരം കളിച്ചത്, ആ കളിയല്ല 3ാം മത്സരം കളിച്ചത്. കൃത്യമായ എതിരാളികൾക്കെതിരെ അതിനനുസരിച്ച് ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോച്ചിൻ്റെ കൂടെ ഒരു മികവായിട്ടാണ് ഞാൻ ഈ ഗെയിമിനെ കാണുന്നത്. ബ്രസീൽ കൃത്യമായി പ്രസ് ചെയ്ത് കളിക്കുന്നു എന്നുള്ളതായിരുന്നു ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ സ്കോട്ട്ലൻഡ് യൂറോപ്പിൽ നിന്ന് യോഗ്യത നേടുന്നത് അവരുടെ പ്രതിരോധത്തിൻ്റെ ബലത്തിലാണ്. അവർ യോഗ്യതാ റൗണ്ടിൽ വളരെ കുറച്ച് ഗോളുകൾ നേടിയ യൂറോപ്യൻ ടീമുകളിലൊന്നാണ്. വളരെ കുറച്ച് 6 ഗോളുകളോ വഴങ്ങിയിട്ടുള്ളവർ. അപ്പോൾ അവരുടെ ഡിഫൻസ് തന്നെയാണ്. അപ്പോൾ പ്രീമിയർ ലീഗിലെല്ലാം കളിക്കുന്ന റോബർട്ട്സിനെ പോലുള്ള താരങ്ങളെല്ലാം അടങ്ങുന്ന ശക്തമായ നിരയുണ്ട്. അവരെല്ലായ്പ്പോഴും മഗ്നേയെ പോലുള്ള താരങ്ങളെ ഉപയോഗിച്ച് കൗണ്ടർ അറ്റാക്കുകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ എക്കാലത്തെയും ഒരു ശൈലി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ പ്രതിരോധത്തിൽ കളിക്കുന്ന ഒരു ടീമിനെതിരെ എങ്ങനെ ബ്രസീൽ ടീമിനെ ഒരുക്കും, കോച്ച് ടീമിനെ ഒരുക്കും എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. അത് കൃത്യമായി അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വാഭാവികമായിട്ടും മിഡ്ഫീൽഡിൽ സ്കോട്ട്ലൻഡിന് അവസരങ്ങൾ നൽകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറഞ്ഞിരുന്നൊരു പ്രശ്നം ബ്രസീലിൻ്റെ മിഡ്ഫീൽഡിലെ പോരായ്മയും ഡിഫൻസിലെ പോരായ്മയായിരുന്നു. അത് പോരായ്മകളൊന്നുമില്ലാതെ അധികം ലൂപ്പ് ഹോൾസ് ഒന്നും കാണാത്തൊരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മിഡ്ഫീൽഡിൽ ബ്രൂണോ ഗിമറാസ് വളരെ നന്നായി കളിച്ചു, ഒരു എൻജിൻ പോലെ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. കസമേറോ ഒരു ആങ്കർ റോളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഡിഫൻസിന് കൂടെ സ്ട്രെങ്ത് പകർന്നുകൊണ്ട് ഷീൽഡ് ചെയ്തുകൊണ്ട് കളിച്ചു എന്നുള്ളതാണ്. പാക്കറ്റയും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കുറ്റം പറയാനില്ലാത്ത ഒരു പ്രകടനം നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ വലത് വിങ്ങിലേക്ക് വരികയാണെങ്കിൽ റയാൻ അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്വാഭാവിക റഫീഞ്ഞയ്ക്ക് പരിക്കേറ്റപ്പോഴാണ് അദ്ദേഹം ആ അവസരം കൃത്യമായി വിനിയോഗിച്ചു എന്നുള്ളത്. അപ്പോൾ സ്കോട്ട്ലൻഡ് ഒരു കാര്യം കോച്ചിന് കൃത്യമായി ഉറപ്പായിരിക്കും, ഒന്നെങ്കിൽ അവർ ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക ബ്രസീലിനെ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടൊരു ലോ ടു മിഡ് ബ്ലോക്കിലാണ് അവരുടെ ഡിഫെൻസിനെ കൃത്യമായി വിന്യസിച്ചതാണ്. അത് കൃത്യമായി ആ ഡിഫെൻസ് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പാസുകൾ നൽകാൻ ബ്രൂണോയ്ക്ക് സാധിക്കുകയും വിനീഷ്യസ് ആ സ്പേസ് എടുത്തുകൊണ്ട് കളിക്കുകയും ചെയ്തതോടുകൂടെ മത്സരം ബ്രസീലിൻ്റെ കയ്യിലേക്ക് വന്നു എന്നുള്ളതാണ്. വിനീഷ്യസിൻ്റെ ഒരു കളി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 3 കളിയിലും അദ്ദേഹമാണ് കളിയിലെ താരം എന്നുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ഹാട്രിക് തേക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹം ഹാട്രിക് ഒരു പക്ഷെ തികച്ചു എന്ന് തന്നെ പറയാം. അദ്ദേഹം നേടിയ ആ ഒരു ഗോള് അത് ഫൗൾ നൽകേണ്ടിയിരുന്നോ വേണ്ടയോ എന്നുള്ള ഡിബേറ്റൊക്കെ അതൊരു ഡിബേറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതിന് മാത്രമുള്ള ഒരു ആ തരത്തിലുള്ള ഒരു ഫൗളായിരുന്നോ അത് എന്നുള്ളത്. എന്തായാലും വളരെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. വിനീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പലതും തെളിയിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 2 താരങ്ങളെ ഇന്ന് ഗോളടിച്ച 2 താരങ്ങൾക്കും പലതും തെളിയിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. വിനീഷ്യസ് കാലങ്ങളായിട്ട് നമുക്കറിയാം ബ്രസീലിയൻ ടീമിൽ കളിക്കുന്ന ആളാണ്. വളരെ യങ്ങായിരിക്കുമ്പോൾ തന്നെ ടീമിലെത്തി. പക്ഷേ ക്ലബ്ബ് ഫുട്ബോളിൽ അദ്ദേഹം നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോഴും റയൽ മാഡ്രിഡ് ജേഴ്സിയിൽ ഗോളടിച്ചു കൂട്ടുമ്പോഴും ബ്രസീലിയൻ ജേഴ്സിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര നല്ലതായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം എപ്പോഴും ഒരു ക്ലബ്ബ് താരം എന്നുള്ള തരത്തിലേക്ക് ആരാധകരുടെ വിമർശനം വന്ന പല സമയവും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുന്നതും ഒരു പക്ഷേ ബ്രസീലിലെ നിലവിലുള്ള നെയ്മറിൻ്റെ ഒരു അഭാവം കൂടി ഉണ്ടാകുമ്പോൾ ടീമിനെ ചുമലിലേറ്റ് കൊണ്ടുപോകേണ്ട താരം കൂടിയാണ്. പക്ഷെ അപ്പോൾ ആരാധകർക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അതിനെ ന്യായീകരിക്കുന്നതായിരുന്നില്ല. അദ്ദേഹം 50ഓളം മത്സരങ്ങൾ കളിച്ചിട്ട് ആ സമയത്ത് 7 ഗോൾ മാത്രമായിരുന്നു നേടിയിരുന്നത്. പക്ഷേ ഈ ലോകകപ്പിലെ 3 മത്സരങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹം 4 ഗോൾ നേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേസ്, അദ്ദേഹം
ആ നാഷണൽ ജേഴ്സിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത തെളിയിച്ചു എന്നാണ്. കുഞ്ഞയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ടീമിലെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ പലതായിരുന്നു എന്നുള്ളതാണ്. കാരണം ജാ പെഡ്രോയെ പോലുള്ള ഒരു താരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം പ്രീമിയർ ലീഗിൽ മിന്നുന്ന ഫോമിലാണ്. കുഞ്ഞ് അത്രത്തോളം ഫോമിൽ അദ്ദേഹം ആ രീതിയിൽ തെളിയിച്ചിട്ടുമില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആരെയായിരുന്നു ടീമിലെടുക്കേണ്ടത് എന്നുള്ള ചോദ്യം പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കൃത്യമായ അവസരങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് കുഞ്ഞിയയും അദ്ദേഹത്തിൻ്റെ ആ ന്യായീകരണം, തൻ്റെ ടീമിലെ പൊസിഷനിൽ ന്യായീകരണം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ശക്തരായ എതിരാളികളെ കൃത്യമായ രീതിയിൽ അവർക്ക് ആ കൃത്യമായ മാർജിനിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിൽ ബ്രസീൽ കളിച്ച കളി തീർച്ചയായും നോക്കൗട്ടിലേക്ക് പോകുമ്പോൾ ആരാധകർക്കും ബ്രസീലിയൻ ടീമിന് തന്നെയും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകുന്നതാണ്. ജയേഷ്, ഇതിൽ പിന്നെ ഫൈസൽ പറഞ്ഞൊരു കാര്യം വിനീഷ്യസിൻ്റെ ഫോം തന്നെയാണ്. വിനീഷ്യസ് പ്രാഥമിക റൗണ്ടിൽ റൊണാൾഡോയ്ക്കും അതുപോലെ റിവാൾഡോയ്ക്കൊക്കെ ശേഷം എല്ലാ മത്സരത്തിലും ഗോളടിക്കുന്ന ഒരു താരമായി മാറി. വിനീഷ്യസ് ഒരു സ്റ്റെപ്പിൻ ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ഭരതം സിനിമയിൽ നെടുമുടി വേണുയുടെ ക്യാരക്ടർ ഈ രാമനാഥൻ ഒന്ന് ഡൗൺ ആവുമ്പം അനിയൻ ഗോപിനാഥൻ വന്ന് അതിലും വലിയ സ്റ്റാറായി നിൽക്കുന്നു എന്ന രീതിയിലാണ്. അത് വിനീഷ്യസിൽ പിന്നെ ഈഗോ അടിക്കുന്നുണ്ടല്ലോ, ഈഗോ അടിക്കോ? അല്ല, നമ്മളൊക്കെ വിനീഷ്യസിന് പലപ്പോഴും ക്ലബ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റയലിന് വേണ്ടി മാത്രം കളിക്കുന്ന ആൾ, അങ്ങനെയുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊപ്പം ഈ കോച്ചിൻ്റെ അദ്ദേഹത്തെ ഒരു വേറെ രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് ബ്രസീലിൻ്റെ ഏറ്റവും മികച്ച പ്ലെയർ അല്ലെങ്കിൽ ബ്രസീലിൻ്റെ കുന്തമുന എന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ മോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം വിനീഷ്യസിൻ്റെ ഫോം എത്രത്തോളം വരുന്ന മത്സരങ്ങളിൽ ബ്രസീലിന് ഗുണകരമാവും? ഈ വേൾഡ് കപ്പിൽ ബ്രസീലിനെ മുന്നോട്ട് നയിക്കുന്നത് ബ്രസീൽ ടീമിൻ്റെ ഡ്രൈവർ വിനീഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ല. അതിനകത്ത് ഇപ്പോൾ നമ്മൾ മലയാളി ഫുട്ബോൾ ട്രോളർമാരെ ഏറ്റവും കൂടുതൽ വിനീഷ്യസിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് ക്ലബുണ്ണി എന്നാണ്. ക്ലബിന് വേണ്ടി മാത്രം കളിക്കുന്നവന് ക്ലബുണ്ണി എന്നുള്ളത്. പക്ഷേ വിനീഷ്യസ് ഇപ്പോൾ കണ്ണിലുണ്ണിയായി മാറിയിരിക്കുകയാണ് ബ്രസീലിൻ്റെ ആകെ. ആ രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത്. അപ്പോൾ നല്ല പിക്കപ്പ് ലൈനാണ് ക്ലബുണ്ണിയല്ല, കണ്ണിലുണ്ണിയാണ്. അത് നോക്കണം. അപ്പോൾ വേൾഡ് കപ്പിൽ തുടർച്ചയായിട്ട് 3 മത്സരങ്ങളിൽ അദ്ദേഹം ഗോളടിക്കുന്നു. വേൾഡ് കപ്പിൽ തുടർച്ചയായിട്ട് 3 മത്സരങ്ങളിൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ച് നേടുന്നു. അത് ഭയങ്കരമായ നേട്ടമാണത്, വലിയ ഗംഭീരമായൊരു നേട്ടം തന്നെയാണ്. ഇപ്പോൾ മാത്രമല്ല, ആഞ്ചലോട്ടി അവിടെ ഉണ്ടാകുമ്പോൾ വിനീഷ്യസിന് വേറൊരു സ്വാതന്ത്ര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന് ആഞ്ചലോട്ടിക്ക് കീഴിലാണ് വിനീഷ്യസ് ഏറ്റവും ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ റയലിലായിക്കോട്ടെ, ഇപ്പോൾ ബ്രസീലിലേക്ക് വരുമ്പോഴും ആ ഫ്രീഡത്തിൽ വിനീഷ്യസ് വലിയ രീതിയിൽ അഗ്രസീവ് ആവുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് കൃത്യമായിട്ട് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ടീം എന്നുള്ള നിലയിൽ അവരൊന്നാകെ ഒത്തിണങ്ങുന്നുണ്ട് ഗംഭീരമായിട്ട്. ഇപ്പോൾ ആദ്യത്തെ മത്സരം മൊറോക്കോക്കെതിരായ മത്സരം കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. ഫൈസൽ ഉൾപ്പെടെയുള്ള ബ്രസീലിയൻ ഫാൻസിൻ്റെ രീതിയിലുള്ള ആശങ്കകൾ. അവരുടെ ഡിഫൻസ് പൊളിയുന്നു, മിഡിൽ പ്രത്യേകിച്ച് കളി വരുന്നില്ല, വിനീഷ്യസിനെ മാത്രം ആശ്രയിക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ ഹെയ്ത്തിക്കെതിരായ മത്സരത്തിൽ ആ ടീമിൻ്റെ കോമ്പിനേഷൻ കൃത്യമായിട്ട് നമ്മൾ കണ്ടു. മൂന്നാമത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ അത് സ്കോട്ട്ലൻഡിനായ മത്സരം ചിലരെങ്കിലും കടുത്ത ആശങ്കകൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അപ്പുറത്ത് ഹെയ്ത്തിക്കെതിരെ മൊറോക്കോ വിജയിക്കുന്നു. ഇപ്പുറത്തൊരു അട്ടിമറി നടന്നു കഴിഞ്ഞാൽ ബ്രസീൽ 3-ാം സ്ഥാനത്തേക്ക് വരെ പോയേക്കുമെന്നുള്ള ആശങ്കകളിൽ നിന്നാണ് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആകുന്നത്. ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു ബ്രസീലിൻ്റെ അവസ്ഥ? ആർക്കും വലിയ ഇതൊന്നുമില്ല, അമിത പ്രതീക്ഷയൊന്നുമില്ലാതെ എത്തുന്നിടത്ത് എത്തട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഇപ്പോൾ ബ്രസീലിയൻ ഫാൻസ് ഏറെക്കുറെയൊക്കെ കിരീടം സ്വപ്നം കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം ആ രീതിയിൽ അവർ ടീം എന്നുള്ള നിലയിൽ ബ്രസീൽ ഒത്തിണക്കം കാണിക്കുന്നു. അതിൽ ഏറ്റവും ക്രൂഷ്യലായ മത്സരം ഏറ്റവും ഇപ്പോൾ സ്കോട്ട്ലൻഡിനായ മത്സരത്തിൽ, സ്കോട്ട്ലൻഡ് നമുക്കറിയാം ബ്രസീലിൻ്റെ എല്ലാ കാലത്തെയും ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് അവരുടെ ഫുൾ ബാക്സിനെ സംബന്ധിച്ചിടത്തോളമായിരുന്നു. അപ്പുറത്ത് ഏറ്റവും നല്ല അറ്റാക്ക്, ഇപ്പോൾ മക്ടോമിൻ അടക്കമുള്ള ഇപ്പോൾ വിങ്ങിലേക്ക് ഫുൾ ബോക്സിലേക്ക് നോക്കുമ്പോൾ ആൻഡി റോബർട്ട്സൺ അടക്കമുള്ളവ ഓവർലാപ്പ് ചെയ്ത് കളിക്കുന്ന നല്ല ഗംഭീരമായ പ്ലേയേഴ്സ് സ്കോട്ട്ലൻഡിനുണ്ട്. പക്ഷേ അവരെല്ലാം അനായാസം മറികടക്കാൻ ബ്രസീലിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് വലിയ പോസിറ്റീവ് തന്നെയാണ്. പ്രത്യേകിച്ച് ഡിഫൻസിന് പണി കിട്ടിയ സമയത്ത് അലിസൻ്റെ കാര്യം നമ്മൾ പറയും വേണം. 5 ഓൺ ടാർഗറ്റ് ഷോട്ട് ഉണ്ടായിരുന്നു, അത് ഗംഭീരമായിട്ട് സേവ് ചെയ്തു. പ്രത്യേകിച്ച് അലിസൺ നമുക്കറിയാം, റിഫ്ലക്ഷനൊക്കെ ഗംഭീരമായി കളിക്കുന്ന പ്ലെയറാണ്, ലിവർപൂളിൻ്റെ താരമാണ്. അത് കൃത്യമായിട്ട് അലിസൺ തൻ്റെ ക്ലാസ് എന്താണെന്ന് കാണിച്ചൊരു മത്സരം കൂടിയാണ്. ഇപ്പോൾ അപ്രിസിയേഷൻ പോസ്റ്റിലൊന്നും അലിസൺ അധികം കാണുന്നില്ല, അത് 3-0 സ്കോർ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ അലിസൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. ആ ക്ലീൻ ഷീറ്റിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വലുത് തന്നെയാണ്. അപ്പോൾ ആശങ്കയുണ്ടായിരുന്ന ഫുൾ ബാക്കിലെ പ്രതിസന്ധിയും ഒരു പരിധിവരെ ബ്രസീൽ പരിഹരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മത്സരത്തിലേക്ക് റൗണ്ട് ഓഫ് 32 പോകുമ്പോൾ ഇപ്പോൾ മുന്നേ ഉണ്ടായിരുന്നൊരു ആശങ്ക നെതർലൻഡ്സ് വരുമോ, ജപ്പാൻ വരുമോ, സ്വീഡൻ വരുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൽ ആര് വന്നു കഴിഞ്ഞാലും ഒന്ന് മുട്ടിയേക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ബ്രസീലുള്ളത്. അതിൽ ഏറ്റവും വലിയ അവർക്ക് ഗുണം ചെയ്യുന്നത്
കോച്ച് തന്നെയാണ്. ഡോൺ എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകും. ഓരോ ടീമിനെതിരെയും ഓരോ സ്ട്രാറ്റജിയിൽ തന്നെയാണ് അദ്ദേഹം കളിക്കുന്നത്. ഉറപ്പായിട്ടും റൗണ്ട് ഓഫ് 32-ലും എന്തെങ്കിലും ഒരു മരുന്ന് ഡോൺ കരുതി വെച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ബ്രസീലിനുണ്ട്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ആ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. ഒപ്പം തന്നെ നെയ്മറുടെ ഒരു വരവ് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം 75-ാം മിനിറ്റിലാണ് വരുന്നത്. ബ്രസീലിൻ്റെ 3 ഗോൾ പിറന്നതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ അതിനേക്കാൾ ഗോളടിക്കുന്നതിനേക്കാൾ വലിയ ആരവമായിരുന്നു മയാമിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നെയ്മർ ആ ഒരു രാജ്യത്തിൻ്റെ അവിടുത്തെ ഒരു ജനതയുടെ എത്രത്തോളം അവരുടെ ഒരു വികാരമാണ് എന്നുള്ളത് തെളിയിക്കുന്നത് തന്നെയായിരുന്നു നെയ്മറിൻ്റെ ഒരു വരവെന്ന് പറഞ്ഞത്. 75-ാം മിനിറ്റിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. വരുമ്പോൾ കിട്ടിയൊരു കരഘോഷം കൈയിടുകയൊക്കെ. അദ്ദേഹം 980 മിനിറ്റിന് ശേഷം 980 ദിവസത്തിന് ശേഷമാണ് രാജ്യത്തിന് വേണ്ടി ഇറങ്ങുന്നത്. ഏകദേശം 3.5 വർഷത്തിന് ശേഷമാണ് ഇറങ്ങാൻ പോകുന്നത്. അദ്ദേഹം എന്താ പറയുക, ഈ അത്തരത്തിലൊരു ചീത്തപ്പേര്, അതായത് ബ്രസീലിൻ്റെ പല താരങ്ങൾക്കും ക്ലബിന് വേണ്ടി നന്നായിട്ട് കളിക്കും എന്ന് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നുള്ള ചീത്തപ്പേരുകളുണ്ട്. പക്ഷെ അത്തരം ചീത്തപ്പേരുകളൊന്നുമില്ലാതെ നമ്മൾ ഈ മരിച്ചു കളിക്കുക എന്നൊക്കെ പറയുന്നൊരു പ്ലെയർ തന്നെയാണ് നെയ്മർ എന്ന് പറയുന്നത്. ഇപ്പോൾ സമകാലീന ഫുട്ബോളിലെ ഏറ്റവും ഗിഫ്റ്റഡ് പ്ലെയേഴ്സിൽ ഒരാളെന്നല്ല, ഏറ്റവും ഗിഫ്റ്റഡ് പ്ലെയർ എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല. അത്രമാത്രം പ്രതിഭയുള്ള ഒരു പ്ലെയറാണ് നെയ്മർ. പക്ഷേ ഇഞ്ചുറികൾ കാരണം 40-ലേറെ ഇഞ്ചുറികൾ അദ്ദേഹത്തിനുണ്ട്. അതിൽ കരിയർ തീർന്നു പോകാവുന്ന 6 ഇഞ്ചുറികൾ നെയ്മർക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ അതിജീവിച്ച് ഒരു 3.5 വർഷത്തിന് ശേഷം വേൾഡ് കപ്പ് പോലെ ഒരു വേദിയിൽ ഗോൾ അടിച്ചില്ലെങ്കിലും പന്ത് കെട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു മൊമെൻ്റാണ്. അതിനാണ് മത്സരശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണ് അറിയുന്നുണ്ട്. അദ്ദേഹം ഭയങ്കരമായിട്ട് കണ്ണൊക്കെ തുടച്ചിട്ട് ഫാമിലിയുടെ കൂടെയൊക്കെ പോയിരിക്കുന്ന വീഡിയോസെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നെയ്മറുടെ ഒരു വരവ് ആ ടീമിന് വലിയ രീതിയിൽ എന്ന് കരുതി അദ്ദേഹം മോശമാക്കിയിട്ടില്ല. 15 മിനിറ്റ് കളിച്ചിട്ടുണ്ടെങ്കിലും വിനിക്കൊരു ഈ സ്ഥാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഗോളാകാൻ കഴിഞ്ഞില്ല. 2 അസിസ്റ്റ് ഒരു ഷോട്ടും വന്നിട്ടുണ്ട്. അത് മുതലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതും കൂടി ഒരു അസിസ്റ്റെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബൂസ്റ്റ് ആയ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും നെയ്മറിന്റെ വരവ്, ഇപ്പം വിനീഷ്യസ് 2 ഗോൾ അടിച്ചു, കുഞ്ഞൊരു ഗോൾ അടിച്ചു, ബ്രസീൽ ജയിച്ചു. അതിനേക്കാളൊക്കെ ആരവുണ്ടായത് ജേഷ് പറഞ്ഞതുപോലെ 75-ാം മിനിറ്റിലാണ്. കാരണം നമുക്ക് ഓൾറെഡി ഒരു ചിത്രത്തിൽ, ഒരു സിനിമയിൽ ഒരു സൂപ്പർ താരത്തിൻ്റെ ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് എന്ന് നമ്മൾ പോസ്റ്ററിലൊക്കെ കാണുന്നുണ്ട്. ഏത് മിനിറ്റിലാണ് അദ്ദേഹം ഇറങ്ങുക എന്നുള്ളതായിരിക്കും നമ്മൾ സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുക. ഏത് സമയത്താണ് ലാലേട്ടൻ സമ്മറിൻ ബദലേനേക്കാളും നമുക്ക് ഇതൊക്കെ പറയാം. ഇപ്പം ഒരു ഇത്തിക്കര മറ്റേ കായംകുളം കൊച്ചുണ്ണി സിനിമ, അതിൽ നിവിൻ പോളി ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തിക്കര പക്കി വന്നപ്പോൾ ഉള്ളൊരു ഓളം ഉണ്ടല്ലോ. നമ്മൾ ഓൾറെഡി ഇത്തിക്കര പക്കിയുടെ ഗസ്റ്റ് അപ്പിയറൻസിൻ്റെ ഫോട്ടോസൊക്കെ, മോഹൻലാൽ ഒരു കാലിങ്ങനെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോസൊക്കെ ഓൾറെഡി അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ നെയ്മർ വരും എന്നുള്ളൊരു സംഭവം അവർ ഓൾറെഡി പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ നെയ്മർ ഏത് മിനിറ്റിലാണ് വരിക എന്നുള്ളതായിരുന്നു ആളുകളുടെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നത്, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നെയ്മർ 75-ാം മിനിറ്റിൽ വന്ന സമയത്തുള്ള ആ ഒരു ഓളം അദ്ദേഹത്തിൽ എത്രത്തോളം ഈ ബ്രസീലിയൻ ആരാധകർ മാത്രമല്ല, ഈ മൊത്തത്തിൽ ഫുട്ബോൾ പ്രേമികൾ, നമ്മളിപ്പം മെസ്സി, റൊണാൾഡോ, നെയ്മർ, ആ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മൾ പറയാറുള്ളത്. അതിനുശേഷമാണ് എംബാപ്പെ പോലും വരുന്നത്. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ എപ്പോഴാണ് സുൽത്താൻ ഇറങ്ങുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പരിക്ക് കാരണം ആദ്യത്തെ മത്സരങ്ങളിലും അദ്ദേഹത്തിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ആ ആരവം, 75-ാം മിനിറ്റിൽ ആരവം ഒരു താരത്തിന് കൊടുക്കുന്നൊരു ബഹുമാനം കൂടിയാണ്. കാരണം നെയ്മർ എന്താണ് ബ്രസീലിന് വേണ്ടി ചെയ്തിരുന്നത് എന്ന് നമുക്കറിയാം. നെയ്മർ പലപ്പോഴും ക്ലബ്ബ് തലത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ മെസ്സിയും അദ്ദേഹം ഒരു ടീമിലാണ് പലപ്പോഴും കളിച്ചിരുന്നത്. PSG-യിലായിരുന്നെങ്കിലും ബാഴ്സലോണയിലായിരുന്നെങ്കിലും. ഒരുപക്ഷെ ഞാൻ കരുതുന്നത് മെസ്സിക്കൊപ്പമല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ക്ലബ്ബ് തലത്തിലും ഒരു സിംഗിൾ ഒരു ടീമിനൊപ്പം തന്നെ കുറച്ചു കാലം അങ്ങനെ തന്നെ കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അതേ ഒരു ലെഗസിയും അതിനൊപ്പം തന്നെ ഇതിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയൊരു ഇത് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നെയ്മർ വന്നതും നെയ്മറിൻ്റെ ഒരു ആരവങ്ങളൊക്കെ പിന്നെന്താ പറയുക, നമ്മളൊരു സിനിമ കണ്ട് ഗസ്റ്റ് അപ്പിയറൻസിൽ മോഹൻലാൽ വന്ന് തകർക്കുമ്പോൾ തിയേറ്ററിലുള്ള ആരവം അതുപോലുള്ളൊരു ആരവമായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ. ഫൈസൽ, ഈ വരും മത്സരങ്ങളിൽ ഇപ്പോൾ ഇന്ന് 75-ാം മിനിറ്റിലാണ് ഇദ്ദേഹം ഇറങ്ങിയത്. വരും മത്സരങ്ങളിൽ ഫസ്റ്റ് ലെവലിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് അതിൻ്റെ സാധ്യതകൾ? ആഞ്ചലോട്ടി എങ്ങനെ ടീമിനെ ഒരുക്കും എന്നുള്ളത് ഓരോ ഗെയിമിനും അനുസരിച്ചായിരിക്കും. അങ്ങനെ വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം ഓൾറെഡി ആഞ്ചലോട്ടി അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആഞ്ചലോട്ടി ഈ ടീമിൽ വരുത്തിയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് നെയ്മർ ഇല്ലാതെ ഒരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ഏതാണ്ട് പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് പല താരങ്ങളെയും പാതി വഴിയിൽ പരിക്ക് മൂലം നഷ്ടമായതിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ വിനീഷ്യസ് ജൂനിയർ, അദ്ദേഹം നേരത്തെ ലെഫ്റ്റ് വിങ്ങിൽ മാത്രം കളിച്ചിരുന്ന ഒരു വിങ്ങറായിരുന്നു. പക്ഷേ ഇന്നലത്തെ കളി കണ്ടാൽ നമുക്കറിയാം അദ്ദേഹം നിരന്തരം സ്വാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് സെൻട്രൽ സ്ട്രൈക്കിംഗ് റോളിലേക്ക് കുഞ്ഞിയെ പിന്നോട്ട് വലിച്ചിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ നിരന്തരം ഒരു ഫ്രീ പൊസിഷൻ വിനീഷ്യസിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട്, ഒരു അൺപ്രഡിക്റ്റബിൾ പൊസിഷൻ വിനീഷ്യസിന് ഉണ്ടാകും, അദ്ദേഹത്തെ ഞാൻ അഴിച്ചുവിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയായിരിക്കും നെയ്മറിനെയും യൂസ് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ ഒരു സ്ട്രൈക്കിംഗ് റോളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിങ്ങിലേക്കോ ഒതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നെയ്മറിൻ്റെ പ്രതിഭയെ ഞാൻ എങ്ങനെയാണോ ടീമിന് ആവശ്യം ആ രീതിയിലൊക്കെ ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് നെയ്മറിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2022 ലോകകപ്പിന് മുമ്പ് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകൻ. അദ്ദേഹം നെയ്മർ എന്നുള്ള, അദ്ദേഹത്തിൻ്റെ ബീറ്റ് നെയ്മറാണ്, അതായത് ബ്രസീലിൽ നിന്നുള്ള സ്പോർട്സ് മാധ്യമ പ്രവർത്തകനാണ്. അപ്പം ഈ സ്റ്റേഡിയങ്ങളിലേക്കൊക്കെയുള്ള യാത്രാ സമയത്ത് അദ്ദേഹവുമായി, ഞാനൊരു ബ്രസീലിയൻ ആരാധകൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹവുമായി സൗഹൃദം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. അപ്പം അദ്ദേഹം ആദ്യം ബാഴ്സലോണയിലായിരുന്നു അദ്ദേഹം കുറേ കാലം, പിന്നീട് PSG മാറിയപ്പോൾ പാരീസിലേക്ക് മാറി. അപ്പോൾ നെയ്മർ എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ അദ്ദേഹം അന്ന് എന്നോട് പങ്കുവെച്ചൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ആ സമയത്ത് നമ്മളിപ്പോൾ കാണുന്ന നെയ്മറോടുള്ള ഒരു വല്ലാത്ത സ്നേഹവും അഭിനിവേശവും ഉണ്ടല്ലോ, അന്ന് യഥാർത്ഥത്തിൽ ബ്രസീലിയൻ ഫാൻസിന് അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് ബ്രസീൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ താരനിബിഡമായിരുന്നു. അപ്പം അവരുടെ ആ സമയത്തുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് നെയ്മർ പലപ്പോഴും ക്ലബ്ബ് ഫുട്ബോളിലെ ആ മികവ് ടീമിന് വേണ്ടി അദ്ദേഹം നടത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കാലത്തുണ്ടായിരുന്നു. മാത്രമല്ല അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. മെസ്സി നെയ്മർ ആ ഒരു കൂട്ടുകെട്ടും അതുമായി ബന്ധമുള്ള ഈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഹാർഡ് കോർ ആരാധകർ ബ്രസീലും അർജൻറ്റീനയും എല്ലാ സമയത്തും അത് ബദ്ധവൈരികളാണ്. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന സൗഹൃദങ്ങളെ അവർക്ക് ആ തരത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ലോകകപ്പിൻ്റെ സമയത്തിന് റാഫീഞ്ഞ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് അർജന്റീനൻ ടീം മെസ്സിയെ കാണുന്നതും ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോർച്ചുഗൽ കാണുന്നതും നെയ്മറെ ബ്രസീൽ ആരാധകർ കാണുന്നതിലും ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് ബ്രസീൽ ആരാധകർ നെയ്മറുടെ കാലൊടിഞ്ഞ് കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റഫീഞ്ഞോട് അല്ല അന്നുണ്ടായിരുന്നു. അതായത് എന്നോട് അദ്ദേഹം നെയ്മറിനെ മാത്രം ഫോക്കസ് ചെയ്യാനാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത് ടിറ്റെ നെയ്മറിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ ടീം ബിൽഡ് ചെയ്യുന്നത് അവസാനിപ്പിക്കണം. നെയ്മർ അദ്ദേഹത്തിൻ്റെ കരിയർ ആ തരത്തിൽ ബിൽഡ് ചെയ്തിട്ടില്ല, ആ തരത്തിൽ ബ്രസീലുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കെൽപ്പില്ല എന്ന് നെയ്മർ എന്നുള്ള ഒറ്റ വിഷയത്തിൽ ഫോക്കസ് ചെയ്ത ജേർണലിസ്റ്റായിട്ടുള്ള ബ്രസീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജാവ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനാണ്. അങ്ങനെ ഒരാൾ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ബ്രസീലിയൻ ജനതയുടെ വികാരം നെയ്മറിലേക്ക് മാറുന്നു എന്നുള്ളത്, അത് ഒരു പക്ഷേ നെയ്മർ ആ ടീമിനുണ്ടായിട്ടുള്ള താരങ്ങളുടെ മുമ്പുണ്ടായിരുന്ന താരങ്ങളിൽ നിന്ന് നെയ്മറിനെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് അവർ വന്നു എന്നുള്ളത് കൂടിയാണ്. മാത്രമല്ല ബ്രസീലിയൻ ആരാധകർ കുറച്ചുകൂടി റിയലൈസ്ഡ് ആയി എന്നുള്ളതാണ് എനിക്ക്. ഇപ്പോൾ നമ്മൾ ഗ്യാലറിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നോക്കുക, 2006 മുതൽ അല്ലെങ്കിൽ 2002 മുതൽ നമ്മൾക്ക് കൃത്യമായി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ബ്രസീലിൻ്റെ കളി നടക്കുമ്പോൾ ബ്രസീലിയൻ ആരാധകർ എങ്ങനെയായിരുന്നു ഗ്യാലറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് 2014 അതിൻ്റെ ആ പീക്കൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവർ കളി ആദ്യ മത്സരം മുതൽ ലോകകപ്പും പിടിച്ചിട്ടാണ് ഇവർ വരിക. അതായത് ഈ ലോകകപ്പ് ഞങ്ങളുടെ സ്വന്തമാണ് എന്നുള്ളതിലാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും അതിവൈകാരികമായ ദൃശ്യങ്ങൾ ഈ ലോകകപ്പിൽ ബ്രസീൽ കളിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ടോ? ഞാനിതുവരെ ഒരു TV സ്ക്രീനിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവർ റിയലൈസ്ഡ് ആണ്. നേരത്തെ ജയേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ടീം എവിടെ വരെ പോകും എന്നുള്ളത്, എത്തുന്നിടത്ത് എത്തട്ടെ എന്നുള്ള രീതിയിലാണ് ബ്രസീലിയൻ ആരാധകർ ഇത്തവണ കാണാനിറങ്ങുന്നത്. അവിടെയാണ് ആഞ്ചലോട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാജിക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മത്സരത്തിലും ഇപ്പോൾ ജയേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ആരാധകർക്ക് പ്രതീക്ഷകൾ കൈവന്നിട്ടുണ്ട്. ഒരു യൂറോപ്യൻ ടീമിനെ എങ്ങനെ ബ്രസീൽ നേരിടുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ആശങ്കകൾ മാറി തുടങ്ങിയിരിക്കുന്നു. ഈ ടീമിന് ഏത് ടീമിനെയും നേരിടാനുള്ള ഒരു ശക്തിയുണ്ട് എന്ന് പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും മധുരമായ വിഭവം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് സ്കോട്ട്ലൻഡിനെതിരെ കാർലോ ആഞ്ചലോട്ടി ചെയ്തത്. ടീമിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മിഡ്ഫീൽഡായിരുന്നു. ആ മിഡ്ഫീൽഡിനെയാണ് അദ്ദേഹം ഏറ്റവും മനോഹരമായി ഒരു കോമ്പാക്ട്നെസ് കൊണ്ടുവന്നുകൊണ്ടും ഉപയോഗപ്പെടുത്തിയതെന്നുള്ളതാണ്. ബ്രൂണോ ഗിമറാസ്, യഥാർത്ഥത്തിൽ വിനീഷ്യസിനെ നമ്മളെല്ലാം പാടിപ്പുകഴ്ത്തുന്നുണ്ട്. ഇന്നലത്തെ മത്സരത്തിലെ അൺസങ് ഹീറോ ബ്രൂണോ ഗിമറാസ് ആണെന്ന് മനസ്സിലാക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് 2 അസിസ്റ്റ് ഉണ്ട്. ആ അസിസ്റ്റ് മാത്രമല്ല അദ്ദേഹത്തെ ഈ മത്സരത്തിലെ അൺസങ് ഹീറോ ആക്കുന്ന, അല്ലെങ്കിൽ
റട്ടൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കൃത്യമായി നമുക്കറിയാം സ്കോട്ട്ലൻഡിൻ്റെ യോഗ്യതാ മത്സരങ്ങൾ കണ്ട ഒരാൾക്ക് കൃത്യമായി ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അവരെങ്ങനെ ഡിഫെൻഡ് ചെയ്തിട്ടാണ് അവർ ജയിച്ചു വന്നതെന്ന്. അത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫെൻസാണ് അവരുടേത്. ആ ഡിഫെൻസിനെ കീറി മുറിച്ചുകൊണ്ടുള്ള അവരെ കൃത്യമായ സ്ഥാനം തെറ്റിക്കുന്ന പാസുകൾ ബ്രൂണോയിൽ നിന്നുണ്ടായി എന്നുള്ളതാണ്. ഒപ്പം തന്നെ പ്രായം ഇത്രയൊക്കെ ആയിട്ടും കസമേറോ കാണിച്ച ഗ്രേസ്, കസമേറോ ശരിക്കും ഒരു ആങ്കർ റോളിൽ നിന്നുകൊണ്ട് ശരിക്കും ഡിഫെൻസിനെ ഷീൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെഗലസനും മാർക്കിഞ്ഞോസിനും കുറച്ചുകൂടെ ഒരു ഫ്രീ മൂവ്മെൻറ്റിന് പറ്റിയിരുന്നു എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട്. അപ്പം ഈ മിഡ്ഫീൽഡിൻ്റെ കൃത്യമായ യൂസ് അത് ആഞ്ചലോട്ടി ചെയ്തു എന്നുള്ളതാണ്. ഒരേ സമയം ഒരു ഷീൽഡ് ചെയ്യാൻ ആയി. പലപ്പോഴും അവരുടെ കൗണ്ടർ അറ്റാക്കുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ 5 ഓൺ ടാർഗറ്റ് അവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും സ്കോട്ട്ലൻഡിൻ്റെ ഈ കൗണ്ടർ അറ്റാക്കുകളെ ബ്രസീൽ പ്രതിരോധിച്ചത് മിഡ്ഫീൽഡിൽ തന്നെ വെച്ചിട്ടാണ്. അത് അവരുടെ മിഡ്ഫീൽഡേഴ്സ് തന്നെ ഒരു ഷീൽഡായി മാറി എന്നുള്ളത് കൊണ്ടാണ് വലിയ അപകടങ്ങൾ സംഭവിക്കാതെ പോയത്. ബ്രസീൽ സ്കോട്ട്ലൻഡിന് ഒരു ഗോൾ നേടാൻ കഴിയാതെ പോയത് എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായും ആ ഒരു ടീമിലേക്ക് വളരെ കോമ്പാക്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു മിഡ്ഫീൽഡിലേക്ക് വന്ന് ഇനി എങ്ങനെ നെയ്മറെ അവിടെ അങ്ങ് ഫിക്സ് ചെയ്താൽ മതി. ഒരു പക്ഷേ പാക്കറ്റൊക്കെ പകരം ഫിക്സ് ചെയ്താൽ കൂടുതൽ ഉപകാരപ്രദമായി അതിന് കുറച്ച് ക്രിയേറ്റീവ് റോൾ കൂടെ ലഭിക്കും. ആ മിഡ്ഫീൽഡിന് കൂടുതൽ സ്ട്രെങ്ത് ലഭിക്കും. മാത്രമല്ല വിനീഷ്യസിന് ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പേസും കിട്ടും. അങ്ങനെയാണെങ്കിൽ ബ്രസീൽ കൂടുതൽ ഡേഞ്ചർ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ആഞ്ചലോട്ടിയുടെ സാധനം ഹൈലൈൻ പ്രസ്സിങ് രീതി കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ മൊറോക്കോക്കെതിരെ കുറേ കൂടി ഒരു ഡിഫെൻസീവ് മോഡിലായിരുന്നു ബ്രസീൽ കളിച്ചുകൊണ്ടിരുന്നത്. കാരണം അവരത്രയും തൊട്ട് മുമ്പത്തെ വേൾഡ് കപ്പിലെ സെമി ഫൈനലിസ്റ്റാണ്. കുറേ കൂടി ഫിസിക്കലായിട്ട് കളിക്കുന്നൊരു ടീം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആശങ്ക കൃത്യമായിട്ട് മൊറോക്കോക്കെതിരായ മത്സരത്തിലുണ്ടായിരുന്നു. പക്ഷേ സ്കോട്ട്ലൻഡിനെതിരെ തുടക്കം മുതൽ തന്നെ ഹൈലൈൻ പ്രസ്സിങ്ങിലാണ് ശ്രദ്ധിക്കുന്നത് ബ്രസീൽ. അതിൻ്റെ അനന്തരഫലം തന്നെയായിരുന്നു തുടക്കത്തിൽ റയാൻ്റെ അസിസ്റ്റ് വന്ന ഗോൾ. റയാൻ ആ രീതിയിൽ പ്രസ് ചെയ്തുകൊണ്ടാണ്. അതെ, പക്ഷെ ആ പിഴവ് അവർ വരുത്താൻ കാരണം ഈ ഹൈലൈൻ പ്രസ്സിംഗ് കൊണ്ടാണ്. അത്രയും പ്രസ് ചെയ്തുകൊണ്ടാണ് ആ ഇത് മിസ്റ്റേക്ക് അവിടെ വരുന്നത്. അത് ഗംഭീരമായിട്ട് തന്നെ വിനി ഒന്ന് സൈഡിലേക്ക് മാറ്റി ഗോൾ അടിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ഒരു അവിവാദത്തിൻ്റെ സാധനം രണ്ടാമത്തെ ഗോള് പിന്നീട് വാറിൽ പോവാണ്. അതിൽ MSK ആയിരിക്കും കുറച്ചുകൂടി പറയാൻ ഉചിതനെന്ന് തോന്നുന്നു. അല്ല ആ ഗോൾ പിന്നെ വാറിൽ അങ്ങനെ അങ്ങ് പോയി. പക്ഷെ അത് ഏഷ്യന് പറയും. അല്ല MSK അത് ശരിക്കും ആ ഗോൾ കൊടുക്കണ്ടേ? MSK പറ, മെസ്സിയാണെങ്കിൽ ഗോൾ കൊടുക്കും അല്ലേ? അല്ല അത് വിവാദങ്ങളായിട്ടുള്ളൊരു സംഭവമാണ്. അതിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മെസ്സി ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നുള്ള ചർച്ചകളാണ്. അതിൽ എന്താവുന്നുള്ളത് എനിക്കറിയില്ല. അല്ല ഞാൻ ചോദിക്കുന്നത് മെസ്സി ആയതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരോ എന്നല്ല, ആ തരത്തിൽ ഒരു ഫൗൾ ഉണ്ടായിരുന്നോ അതിൽ? ഇനിയിപ്പോൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് റഫറിയുടെ വിവേചനാധികാരമാണ്. പക്ഷേ പിന്നെ ഈ വാറൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ഇംഗ്ലണ്ടും ഗാനയും നടന്ന മത്സരത്തിൽ ഗാനയ്ക്ക് ഒരു പെനൽറ്റി ഉണ്ടായിരുന്നു. അത് ഒന്നും ആയിട്ടില്ല. അപ്പോൾ സംടൈംസ് ചില സമയത്ത് ഉണ്ടാവും. അല്ല ഇനി എനിക്ക് കണ്ടത് പിഴച്ചതാണ് അറിയാം. ഓക്കെ, ഫസ്റ്റ് ഒരു ടച്ച് ഉണ്ട്. ആ ടച്ചിനേക്കാൾ ആ കോണ്ടാക്റ്റിനേക്കാൾ വീഴാൻ കാരണം വിനീഷ്യസിൻ്റെ കാലിൽ മറ്റവൻ തട്ടിയിട്ടാണ് വീഴുന്നത്. അതായത് വിനീഷ്യസ് അങ്ങോട്ട് കാലിൽ തട്ടുന്ന ഉണ്ടല്ല, അത് എനിക്ക് തോന്നിയതാണ്. പക്ഷെ ഫസ്റ്റ് ടച്ച് ഓക്കെ, അവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ള അതുകൊണ്ടായിരിക്കണം. ഒരു ഗോളാണ്, നിർണായകമാണ്. ഒരു നിർണായക മാച്ച് ആയതുകൊണ്ട് ഒരു സംശയാസ്പദമായ ഗോൾ അനുവദിക്കേണ്ട എന്നായിരിക്കണം അവിടെ റഫറി തീരുമാനിച്ചിട്ടുണ്ടാവുക തോന്നുന്നു. പക്ഷേ അത് എനിക്ക് 50-50 ചാൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു റഫറിയുടെ വിവേചനാധികാരമോ ഈ ആ വിഷ്വലിൽ നിന്ന് പൂർണ്ണമായൊരു തീരുമാനം എടുക്കാവുന്ന ഒരു ഫൗളല്ലേ അത്. അതെ അതെ. ഒപ്പം തന്നെ റയനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് 19 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ റഫീനയ്ക്ക് പരിക്കേറ്റുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊരു ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് റയാൻ വന്നിട്ട് ഈ വിധം കൈയടി നേടുന്നത്. ഒപ്പം തന്നെ ബ്രൂണോ ഗിമാറസ്, അദ്ദേഹത്തിന് 3 അസിസ്റ്റായി. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റിൻ്റെ താരങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം മുന്നിലുണ്ട്. ഒലീസയ്ക്കൊപ്പം 3 അസിസ്റ്റുകളുമായിട്ട്. അത് നല്ല ഒരു സ്റ്റാറ്റ് തന്നെയാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. ഈ അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ബ്രസീലിൻ്റെ സാധ്യതകൾ? ഒന്നാമത് ഇപ്പം ബ്രസീൽ ഈ ഗ്രൂപ്പിൽ ഒന്നാമതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അടുത്തതിൽ മേ ബി ജപ്പാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീമായിരിക്കാം, സ്വീഡനായിരിക്കാം. രാത്രി നടക്കുന്ന മത്സരങ്ങളിൽ ഏറെക്കുറെ മനസ്സിലാവും ജപ്പാനാവാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഏഷ്യൻ കൺട്രിക്കെതിരെ ബ്രസീൽ കളിക്കുന്നു എന്ന് വരുമ്പോൾ സ്വീഡൻ നെതർലാൻഡ്സ് മത്സരം അതിലൊരു നിർണായകമായ ഘടകമായി മാറുക. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിന് ആര് വന്നു കഴിഞ്ഞാൽ അതിനുള്ള മറുമരുന്ന് ആഞ്ചലോട്ടിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ബ്രസീൽ അതിൻ്റെ ഒരു ലെഗസി വീണ്ടെടുത്തു എന്നുള്ളതാണ് നിങ്ങൾ രണ്ടുപേരും പറയുന്നത്. ജപ്പാൻ വന്നു കഴിഞ്ഞാൽ കുറെ കൂടി മത്സരം ടൈറ്റ് ആവും.
അല്ല ക്ഷമിക്കണം, നെതർലാൻഡ്സിന് ഇന്ന് സ്വീഡൻ നെതർലാൻഡ്സ് മത്സരം കഴിഞ്ഞതാണല്ലോ. നെതർലാൻഡ്സിന് ഇന്ന് ജപ്പാൻ സ്വീഡനാണ്. ജപ്പാൻ സ്വീഡനാണ്. ആ മത്സരമാണ് അതെ, ജപ്പാൻ സ്വീഡൻ മത്സരമാണ്. ജപ്പാൻ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ആ മത്സരത്തിൽ ആര് ജയിക്കുന്നു എന്നുള്ളതായിരിക്കും ആ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരെ നിശ്ചയിക്കുന്നതെന്ന് തോന്നുന്നു. ഇതിലിപ്പം നമ്മളിപ്പം ഗോൾ സ്കോറർമാരുടെ കാര്യം കൂടി നോക്കാറുണ്ട്. ഇപ്പം മെസ്സി 5 ഗോളുമായിട്ട് നിൽക്കുകയാണ്. വിനീഷ്യസ് ഇപ്പം 4 ഗോളുകളായി. പിന്നെ ഹാലണ്ട് 4 ഗോളുകൾ അടിച്ചു. പിന്നെ എംബാപ്പെ അടിച്ചു 4 ഗോളുകൾ. റൊണാൾഡോ 2 ഗോൾ അടിച്ചു. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ 5 അതിന് തൊട്ട് പുറകിലൊരു 3-4 പേരെങ്കിലും 4 ഗോളുകളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും ഈ ലോകകപ്പിലെ ഗോൾ സ്കോറർമാരുടെ നില? എന്തെങ്കിലും പ്രഡിക്ഷൻ, എന്തെങ്കിലും സാധ്യത ഉണ്ടോ ജേഷ്? ആരായിരിക്കും? മെസ്സി തന്നെ കൂടുതൽ ഗോൾ? അതെല്ലാം ഇപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മൾ, അതായത് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഹാളണ്ടിൻ്റെയും വിനീഷ്യസിൻ്റെ ഒക്കെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഹാരി കെയിൻ്റെ പേര് കൂടി ചേർത്തിരുന്നു. പക്ഷേ ഹാരി കെയിന് കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ അടിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മത്സരത്തിൽ വേറെ പ്രശ്നം കൂടി ഉണ്ട്. ഒരു ദുർമന്ത്രവാദി വന്നിട്ട് അടിക്കില്ല എന്ന് പറഞ്ഞു ആദ്യ മത്സരത്തിൽ ഡബിൾ അടിച്ചു, പക്ഷേ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാകും. അതുമാതിരി ടീം എത്രത്തോളം മുന്നോട്ട് പോകും. ഇപ്പോൾ നോർവേക്ക് എത്ര ദൂരം ഇനി മുന്നോട്ട് പോകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഹാളണ്ടിന്റെ കാര്യം. അതിനകത്ത് തോന്നുന്നു വിനീഷ്യസിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? വിനീഷ്യസ് എംബാപ്പെ മീൻസ് ഒരു പ്രവചനം പറഞ്ഞ സ്ഥിതിക്ക് എംബാപ്പെ ആവാനാണ് സാധ്യത ഞാൻ കാണുന്നത്. പക്ഷേ ടൈറ്റ് ആവും. കാരണം ഏറ്റവും കൂടുതൽ ഗോളുകൾ, എന്തായാലും ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന വേൾഡ് കപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന ഗോൾഡൻ ബൂട്ട് വിന്നറായിരിക്കും ഇത്തവണ വേൾഡ് കപ്പിൽ എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഓൾറെഡി ഗോളിൻ്റെ കാര്യത്തിൽ റെക്കോർഡ് കിട്ടും. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളിൽ 100 ഗോൾ പിറന്ന വേൾഡ് കപ്പുകളിലൊന്നായത്. അപ്പോൾ അത്തരത്തിൽ ടോപ്പ് സ്കോറർമാർ സാധാരണ ഈ ഗ്രൂപ്പ് റൗണ്ടിലെ 2 മത്സരം കഴിയുമ്പോഴേക്ക് 5 ഗോൾ 4 ഗോൾ സ്റ്റാറ്റിൽ 3-4 പ്ലേയേഴ്സൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കാണാറില്ല. ഫൈനൽ ഫിഗറിലൊക്കെ വരുന്ന സ്കോറുകളാണ് 2 മത്സരം ആയപ്പോഴേക്ക് വരുന്നത്. മാത്രമല്ല തവണ ഒരു റൗണ്ട് അധികമുണ്ട്, റൗണ്ട് ഓഫ് 32 അധികം മത്സരം അധികം ഉണ്ടാവും. അപ്പം ഗോള് ഇനിയും ഒരു 10 ഗോൾ ഒരാൾ അടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഫൈസൽ എന്ന് പറയുന്നത് അതെ, എനിക്ക് തോന്നുന്നത് ഈ 2 താരങ്ങളുണ്ടല്ലോ. ഇപ്പോൾ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സിക്ക് സ്വന്തം ടീമിൽ നിന്ന് കിട്ടുന്ന, അർജന്റീന താരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ പിന്തുണയുണ്ട്. എല്ലാ പാസുകളും മെസ്സിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ തന്നെ കളി ഇനിയും സ്കലോണി ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മെസ്സിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടും എന്നുള്ളതാണ്. അത് ഷൂട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. അങ്ങനെയെങ്കിൽ മെസ്സി സ്കോർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, കൂടുതൽ ഇനിയും സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് എംബാപ്പെ അവിടെ ഒരു ശക്തനായ എതിരാളിയായി വരുന്നത് ഒലീസെ എന്നുള്ള താരത്തിൻ്റെ ഒരു മാസ്മരിക പ്രകടനം ഈ ലോകകപ്പിലുണ്ട്. അപ്പോൾ ഒലീസെ തുറന്നു കൊടുക്കുന്ന അവസരങ്ങൾ പോസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ എംബാപ്പെ ആണെങ്കിൽ കൃത്യമായ ഫിനിഷിങ്ങും അദ്ദേഹത്തിൻ്റെ ഫോമിലാണ് എന്നുള്ള 2 മത്സരം കൊണ്ട് തെളിയിച്ചു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടം ഉണ്ടാവും. പിന്നെ വിനീഷ്യസ് ജൂനിയർ ഓൾവേസ് ഈ കഴിഞ്ഞ 3 മത്സരങ്ങളിലും അദ്ദേഹം മാത്രമല്ല, ഓരോ മത്സരം കഴിയുമ്പോഴും വിനീഷ്യസ് കൂടുതൽ അഗ്രസീവ് ആവുന്നു, കൂടുതൽ മെച്ചപ്പെടുന്നു എന്നുള്ളത്. ഹാട്രിക് അടിക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഫൈനൽ തേർഡിലെ ചില പിഴവുകൾ ഇന്നലെ വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിന് ഹാട്രിക് അടിക്കാൻ അവസരം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഫിനിഷിൽ ഒരു ബോൾ എനിക്ക് തോന്നുന്നത് ഒരു ഗോൾ കീപ്പറുമായിട്ടുള്ള ഒരു 1-on-1 സിറ്റുവേഷൻ വന്നെടുത്ത് അതൊന്ന് ചിപ്പ് ചെയ്ത് മുകളിലേക്ക് ഇട്ട് അത് പൂർണ്ണമായി ഈസി ഗോളാവുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ചില അവസരങ്ങൾ. പിന്നെ നെയ്മർ കൂടി വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞതുപോലെ നെയ്മറിന് ഇനി ഒരു ഈഗോ അടിക്കും എന്ന് തോന്നുന്നില്ല. കാരണം അതില് അല്ല, ഓഫ് കോഴ്സ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കാരണം നെയ്മറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ടീമിലേക്ക് അദ്ദേഹത്തെ എടുക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. അപ്പോൾ ടീമിൻ്റെ ഭാഗമാവുക എന്നുള്ളത് അത്രമേൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ക്ലബ്ബ് ഫുട്ബോളിലോ അദ്ദേഹത്തിൻ്റെ കരിയറിലോ ഇനി എന്തെങ്കിലും ചെയ്യാനൊന്നുമില്ല. അദ്ദേഹം ഓൾറെഡി അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു ബ്രസീലിയൻ ലീഗിലേക്ക്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ഒരു രാജ്യത്തിന് വേണ്ടി ചെയ്യാനുള്ള മാക്സിമം നൽകാനുള്ള അവസാന അവസരമാണ്. ഇനി ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ടൂർണമെൻറ്റിലേക്ക് നെയ്മറുമായി ബ്രസീൽ പോകും എന്നും ഞാൻ വിചാരിക്കുന്നില്ല. നെയ്മറും അതിന് കാത്തു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പ് എന്ന് പറയുന്നത് അയാൾക്ക് സമർപ്പിക്കാനുള്ള സമയമാണ്. അപ്പോൾ നമുക്കറിയാം നെയ്മർ ക്ലബ്ബ് ഫുട്ബോളിൽ എങ്ങനെയാണോ കളിക്കുന്നത് അതിൻ്റെ 10 മടങ്ങ് സ്വന്തം രാജ്യത്തിന് വേണ്ടി നൽകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും മനോഹരമായി. ഇന്ന് തന്നെ അദ്ദേഹം ഒട്ടും സെൽഫിഷ് അല്ലാതെയാണ് കളിച്ചത്. അദ്ദേഹം കൃത്യമായി പാസ് നൽകുന്നു. അപ്പോൾ നെയ്മർ കൂടി വരുമ്പോൾ വിനീഷ്യസ് കുറച്ചുകൂടെ
അപകടകാരിയാകും എന്ന് തന്നെയാണ്. പിന്നെ റഫീനയുടെ കാര്യം പറഞ്ഞു. ഈ റഫീനയ്ക്ക് ഇതുപോലെ ഇപ്പോൾ വിനീഷ്യസിന് നേരിട്ടിരുന്നത് പോലുള്ള സമാന പ്രശ്നമുണ്ട്. ബ്രസീലിയൻ ജേഴ്സിയിൽ റഫീന അത്യാവശ്യം നന്നായി കളിച്ചിരുന്ന താരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ റഫീനയ്ക്ക് പൊസിഷൻ മാറേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. പക്ഷേ റഫീനയുടെ പ്രശ്നം എന്താ വെച്ചാൽ ലോകകപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളിൽ ഒന്നിൽ പോലും അദ്ദേഹത്തിന് ആ തരത്തിൽ തിളങ്ങാനായിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അസിസ്റ്റ് പോലും ലോകകപ്പിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ തരത്തിൽ ലോകകപ്പ് വേദിയിൽ റഫീനയുടെ പ്രകടനം അത്ര നല്ലതായിരുന്നില്ല എന്നാണ്. മാത്രമല്ല എനിക്ക് കഴിഞ്ഞ 2 മത്സരങ്ങളിലും റഫീന നന്നായി കളിച്ചു എന്നുള്ള അഭിപ്രായവും എനിക്കില്ല. അതിനേക്കാൾ നന്നായി ഇന്ന് വന്ന റയാനാണ് കളിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബ്രസീലിനൊരു വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. റഫീനയുടെ എനിക്ക് തോന്നുന്നത് ആ ഒരു ചില നഷ്ടങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ നന്നായി വിനിയോഗിക്കാൻ കെൽപ്പുള്ള പ്ലെയേഴ്സിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളത്. റയാൻ അങ്ങനെയുള്ള ഒരു ജമ്മായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഹെൻറിക്ക് പോലുള്ള താരങ്ങൾ അവിടെ സബ് ചെയ്യണമെങ്കിൽ ഉണ്ട്, മാർട്ടിനെലിയെ പോലുള്ള താരങ്ങളുണ്ട്. അപ്പം വിങ്ങുകളിൽ ബ്രസീലിന് ആശങ്കയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനിപ്പം ഇനി പരിക്കേൽക്കാതിരുന്നാൽ മതി. ഇതുവരെയുള്ള റഫീനയുടെ പരിക്ക് ടീമിനെ അലട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. MSK പോലെ നമ്മള് ടോപ്പ് സ്കോർമാരിൽ പറഞ്ഞാല് MSKയുടെ CR7 2 ഗോളടിച്ച് ആ ഒരു ലിസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CR7 വലിയ പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം CR7 അത്രയും വിമർശനങ്ങളൊക്കെ നേരിട്ട് എനിക്കൊന്ന് ഈ ലോകകപ്പിൽ ഏറ്റവും സമ്മർദ്ദത്തിൽ കളിച്ചൊരു താരം CR7 തന്നെയായിരിക്കും. കാരണം ആദ്യ മത്സരത്തിൽ ഗോളടിക്കാൻ കഴിയാതിരുന്ന സമയത്ത് ഇങ്ങനെ മറ്റേ ഒരുപാട് കോമഡി വീഡിയോകൾ, ശ്രീകാന്ത് വെട്ടിയാരുടെ അടക്കമുള്ള വീഡിയോകൾ വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ ഗോളിയായിട്ട് പിന്നെ അൽ നസറിലെ കഥകളും റിയാദിലെ കഥകളൊക്കെ പറയുന്നത് അതേ ശ്രീകാന്ത് വെട്ടിയാർ തന്നെ പിന്നീട് അത് തിരുത്തിയിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കേണ്ടി വന്നു. എല്ലാം തിരിച്ച് നല്ലത് പറയിപ്പിക്കുന്ന സ്വഭാവം റൊണാൾഡോയ്ക്ക് പണ്ടേ ഉണ്ട്. അതുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പുള്ളിയെ എഴുതി തള്ളൽ നടക്കൂല. അപ്പൊ അദ്ദേഹത്തിന്റെ പുള്ളിയും കൂടി ഫൈറ്റിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. ഗോളടിക്കട്ടെ എന്നുള്ളതാണ് എപ്പോഴും ചർച്ചകളിൽ വരുമ്പോ മെസ്സി, എംബാപ്പെ, വിനീഷ്യസ്, റൊണാൾഡോ ഒക്കെ അങ്ങനെ അവരെപ്പോഴും നിറഞ്ഞു വെക്കട്ടെ. അതാണ് തീർച്ചയായിട്ടും. ഞാൻ അതിന്റെ നെയ്മറിന്റെ പരിക്ക് പിന്നെ നമ്മൾ വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അപ്പം ഞാനത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഇദ്ദേഹത്തിന് പിന്നെ ബാഴ്സലോണയിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ട് ഏതാണ്ട് 30ഓളം മത്സരങ്ങൾ കളിക്കാൻ പറ്റിയില്ല. അതിനുശേഷം PSG എത്തിയ സമയത്ത് അദ്ദേഹത്തിന് 27 തവണയാണ് പരിക്കേറ്റത്. 27 തവണ പരിക്കേറ്റിട്ട് അദ്ദേഹം 104 മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ബ്രസീൽ ജേഴ്സിയിൽ ഒരു സമയത്ത് അദ്ദേഹം ഇപ്പം 908 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം കളിക്കുന്നത്. 2.5 വർഷം. അതേപോലെ തന്നെ അത്രയും ഗ്യാപ്പ് അതിന് മുമ്പ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. 700-ലേറെ ദിവസങ്ങൾ വിട്ടുനിന്ന മത്സരം പിന്നെ കളിയുണ്ടായിരുന്നു രാജ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും പരിക്കുകൾ അലട്ടിയിരുന്ന ഒരു താരമാണ്, അത്രയും ഫൗളുകൾ നേരിട്ടൊരു താരമാണ് ആ താരം. പിന്നെ ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ റൊണാൾഡോയും മെസ്സിയെയും മറ്റൊക്കെ പറയുന്നുണ്ട്, എംബാബെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും ഇതിലേക്ക് ഈ ലോകകപ്പിൽ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യട്ടെ, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ തിളങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ടാക്ടിക്സ് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. അതായത് നമ്മുടെ ടാക്ടിക്സിന്റെ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മൾ വേൾഡ് കപ്പിൽ സമ്മാനം കൊടുക്കുന്നത് ചില്ലറ സമ്മാനമൊന്നുമല്ല, ടൊയോട്ട ഗ്ലാൻസ കാറാണ് 5Gയുടെ സമ്മാനം. അപ്പോൾ അത് പ്രേക്ഷകർ ഉറപ്പായിട്ട് അത് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് QR കോഡ് കാണിക്കുന്നുണ്ട്. അത് സ്കാൻ ചെയ്തുകൊണ്ട് അതിലെ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളെ തേടിയെത്തുന്നത് ഒരു ഗ്ലാൻസ കാറാണ്. ആ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. ഒപ്പം തന്നെ നമ്മുടെ സ്പോർട്സ് റിപ്പോർട്ടറിൻ്റെ പേജ് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പിന്നെ സബ്സ്ക്രൈബിനേക്കാൾ അപ്പുറം ഇങ്ങനെ വലിയൊരു സമ്മാനം അവിടെ കാത്തിരിക്കുന്നുണ്ട്. പ്രവചന മത്സരം വളരെ ഗംഭീരമായി വളരെ ഭംഗിയായി പ്രവചിക്കുക. പിന്നെ ടാക്ടിക്സിൽ ബ്രസീലിൻ്റെ വിജയം എല്ലാവരും ആഘോഷിക്കുന്നു എന്നറിയാം. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ ബ്രസീൽ അതിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.